ഹായ് എവരിവൺ, ദിസ് ഈസ് മിലൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സിട്രോയിൻ C3 ഒന്ന് ക്ലീൻ ചെയ്യാനാണ്. നമ്മൾ അത്യാവശ്യം ഓഫ് റോഡൊക്കെ അടിച്ച് നല്ല രീതിയിൽ പൊടിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവും, ഫുള്ള് പൊടിയാണ് സാധനം, അകത്തും പുറത്തും എല്ലാം പൊടിയാണ്. അപ്പോൾ നമുക്ക് ഈ ബോഡി ഒന്ന് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഈ 4 ക്ലിപ്പ് അഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ജസ്റ്റ് ഇങ്ങനെ റിമൂവ് ആക്കി എടുക്കാം. അപ്പോൾ കണ്ടാലറിയാം നമ്മുടെ അകത്ത് ഫുള്ള് പൊടിയാണ്. അപ്പോൾ ഈ നമുക്കകത്തൊരു കവറിങ് ഉണ്ട് പൊടിയൊക്കെ ആവാതിരിക്കാൻ. അപ്പോൾ അതിലാണ് ഫുള്ള് പൊടിയും. അപ്പോൾ അതാദ്യം ഊരി ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിലൊരു 3 ക്ലിപ്പ് അതിൻ്റെ അകത്തുണ്ട്. അത് ഊരിക്കഴിഞ്ഞാൽ ആ ബോഡി നമുക്ക് നൈസായിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. ജസ്റ്റ് വയറിൻ്റെ കണക്ഷൻ നമ്മളൊന്ന് അൺപിൻ ചെയ്യണം. അപ്പോൾ ബോഡി നമുക്ക് റിമൂവ് ആയി കിട്ടും. പിന്നെ ജസ്റ്റ് ഈ കവറിങ്ങോടെ കവറിങ് ഫുള്ള് പൊടിയാണ്. അപ്പോൾ കവറിങ് ജസ്റ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് അകവശം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും, ഫുള്ള് പൊടിയാണ് വണ്ടിയുടെ അകത്തും പുറത്തും എല്ലാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ട് വശം 2 സൈഡ് നൈസായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അത്യാവശ്യം സിട്രോയിനുകൾക്ക് വരുന്നൊരു മെയിൻ സീനാണിത്. നമ്മുടെ ജൈറോ ഒക്കെ ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും ഫുള്ള് പൊടിയിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇതിനൊട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പൊടി ആകർഷിച്ചെടുക്കുക. അതുകൊണ്ട് നമ്മൾ 2 ബ്രഷ് ഉപയോഗിച്ചാണ് ഇത് കഴുകുന്നത്. പിന്നെ ഒരു ക്ലോത്തും എടുത്തിട്ടുണ്ട്. ഒരു മൈക്രോ ഫൈബർ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമുക്ക് ആദ്യം ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ കണക്ഷൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ ഒരു കവറിങ് ഉണ്ട്, ജസ്റ്റ് അതൊന്ന് ഊരിക്കഴിഞ്ഞാൽ ബാറ്ററി നമുക്കിങ്ങനെ പുറത്തെടുക്കാം. ബാറ്ററി ഇപ്പോൾ 2S ബാറ്ററിയാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഫുള്ള് പൊടിയായിട്ടുണ്ട്. അതും ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കണം. അതിനുശേഷം ഇതിൻ്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല കളറായിട്ടുണ്ട്, ഫുള്ള് സ്ക്രാച്ചാണ്. അതുപോലെ തന്നെ ഇത് ഫുള്ള് നമുക്ക് ഫ്രണ്ട് വശമാണെങ്കിൽ നമ്മളൊരു ഡക്റ്റ് ടേപ്പ് ഒട്ടിച്ചായിരുന്നു, അത് ഫുള്ള് പോറിയിട്ടുണ്ട്. അത് മാറ്റിയിട്ട് നമുക്ക് പുതിയൊരു ടേപ്പൊക്കെ ഒട്ടിക്കണം. അപ്പോൾ അടിയിലത്തെ ഈ ടേപ്പ് നമ്മളൊരു 4 ലെയർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ നമുക്ക് കളഞ്ഞിട്ട് പുതിയ ഒരു ലെയർ ഒട്ടിക്കാം. അതുപോലെ തന്നെ നമുക്ക് ടയർ 4 അഴിച്ച് ക്ലീൻ ചെയ്യണം. കാരണം ടയറിൻ്റെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കയറിയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ റെഞ്ച് എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ട് നടക്കണം. നമുക്കിപ്പോൾ ടയറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാനാണേലും സാധനം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ വേണം. ഞാൻ പറഞ്ഞല്ലേ, ഇതിൻ്റെ അകത്ത് എന്തോ മുടിയോ നൂലോ ഏതാണ്ടൊക്കെ സംഭവങ്ങൾ കയറിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അഴിച്ച് നമ്മൾ ഇങ്ങനെ തട്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൊടി ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ടയറിൻ്റെ അവിടെയൊക്കെ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് WD-40 ഒക്കെ അടിച്ച് അടിവശത്ത് ടേപ്പൊക്കെ ഒട്ടിച്ച് ഷോക്കൊക്കെ പ്രോപ്പറാണെന്ന് നോക്കി ടയറെല്ലാം തുടച്ച് ബോഡിയും തുടച്ച് എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവസാനം ഇപ്പോൾ വണ്ടി കുട്ടപ്പനായിട്ടുണ്ട്. ഇനി അടുത്ത പുറപ്പേട് കാണിക്കാൻ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.